കഴിഞ്ഞ 6 വർഷക്കാലമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. 2019 ആലത്തൂർ പാർലമെന്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിചാരിതമായിട്ട് ആ ഉത്തരവാദിത്തം പാർട്ടി എന്നിൽ അർപ്പിക്കപ്പെടുന്ന സമയം ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായി തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും ചേരുന്ന കുടുംബാംഗങ്ങളോടൊപ്പം പൊതുപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരനുഭവവും പരിചയവും അത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ചേലക്കരയിലെ കുടുംബാംഗങ്ങളോടൊപ്പം വീണ്ടും പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ ചേലക്കരക്കാർ കൂടെ ചേർന്ന് നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്ന് കാലത്ത് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങളുടെയൊക്കെ പരിപൂർണമായിരിക്കുന്ന പിന്തുണ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. പാലക്കാട് പൊട്ടിക്കറി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്തായിരിക്കും അവിടുത്തെ? ഞാൻ കാലത്ത് 5 മണിക്ക് ഇന്ന് ഇറങ്ങിയതാണ്. ഇന്നത്തെ ഷെഡ്യൂള് രാവിലെ പാലക്കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി അടയാളം ഒപ്പിയെടുത്തത് ഇന്ദിരാഗാന്ധി വന്ന് സന്ദർശിച്ച പാദം പതിഞ്ഞ ഹേമാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ഇന്ന് കാലത്ത് ഇറങ്ങിയത്. അതിനുശേഷം ചേലക്കര നിയോജക മണ്ഡലത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമായ അന്തിമാളങ്കാവിലും കാളിയാറോഡ് നേർച്ച നടക്കുന്ന കാളിയാറോഡ് പള്ളിയിലും ചേലക്കര ചർച്ചിലും സന്ദർശിച്ചാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. അപ്പം വരുന്ന വഴിയിൽ ആ ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇത്തരമൊരു വാർത്തയുണ്ടെന്ന് നേരത്തെ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരാരോ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതിനുശേഷം അതിൻ്റെ ഒരു എന്താണ് എന്നുള്ളത് എനിക്കതിനെക്കുറിച്ചുള്ളത് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ പാർട്ടിയും മുന്നണിയും ഷെഡ്യൂൾ ചെയ്തതിൻ്റെ ഒരു ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ഒരു പരിചയവും ചേലക്കരയിലെ ഓരോ വീട്ടിലെയും ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു പരിപൂർണമായിരിക്കുന്ന ഒരു പിന്തുണ ഉണ്ടാകും. പന്തിമാളങ്കാവ് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്ത വീട്ടിലെ ഗീത ചേച്ചിയുടെ കയ്യിൽ നിന്നൊരു കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോയത്. ആ ഒരു പരിചയവും ഏതൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും അവർ നമുക്ക് നൽകുന്ന ഒരു പിന്തുണയുണ്ട്. അതും കൈമുതലായിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ മറ്റേ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ആണ് എങ്കിൽ എനിക്ക് അതിനകത്ത് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാവുമായിരുന്നു. ഇപ്പം ഇന്നലെ മുതൽ കാരണം രാത്രിയാണ്, ഏറെ വൈകിയാണ്. നിങ്ങളെല്ലാം ചേലക്കരയിൽ കുറച്ച് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ആ ഷെഡ്യൂളിന് ശേഷം പാർട്ടി പറഞ്ഞൊരു ഷെഡ്യൂളിലാണ്. എന്തായിരുന്നാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ചേലക്കരയിൽ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും ചേലക്കരയിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട്. കാരണം നമ്മൾ കടകളിലേക്ക് കയറി ചെല്ലുമ്പോഴും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ വോട്ട് നിങ്ങൾക്കാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആവോളം ഇനി വഴിനീളെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകർക്ക് കോൺഗ്രസ് നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ്. അപ്പം യൂത്ത് കോൺഗ്രസ്സുകാരി എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ തന്നെ ഇത്തരം അവസരം ലഭിച്ചപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനത്തോടു കൂടിയാണ്. കാരണം ഞാനൊന്നും ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ല എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തകന് കൊടുക്കാൻ സാധിക്കുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പ്രവർത്തകന് കൊടുക്കാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ 2019 ഒരു സാധാരണക്കാരിയായിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നതും പാർട്ടിയാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ വരാൻ പോകുന്ന നാളുകളിൽ പാർട്ടിക്ക്
പ്രവർത്തിക്കുവാൻ ആവേശമായി മുന്നോട്ട് വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഒരു വലിയ പിന്തുണയാണ് പാർട്ടി നൽകുന്നത് എന്നുള്ളത് എന്നിലൂടെ തന്നെ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് ജനങ്ങൾ നോക്കി കാണുന്നതുമാണ്. ഏത് വിഷയം മുൻനിർത്തിയായിരിക്കും ചേലക്കരയിലെ പ്രചരണം? ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളെ ഒഴിച്ചു നിർത്തിയോ? ഇപ്പൊ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ അവിടെ ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് വലിയൊരു പിന്തുണ വന്നു. 2024 പാർട്ടി അതേ വിശ്വാസത്തിൽ തന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോഴും നല്ലൊരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. നേരത്തെ ഇപ്പം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറ് ദീർഘകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും കിട്ടിയ ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണ തുടർന്നും ഉണ്ടാകുമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നിൽ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ചാനലിൽ വരുന്ന ചർച്ചകളും കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരാണ് എങ്കിലും വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും ചാനൽ ചർച്ചകൾ കാണുന്നവരും വീക്ഷിക്കുന്നവരുമാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ഓരോ ദൈനംദിനമായിട്ട് അല്ലെങ്കിൽ മിനിറ്റുകളിൽ സെക്കൻഡുകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അതെല്ലാം ചിന്തിക്കാനും അതിനകത്ത് കൃത്യമായിട്ട് നിലപാട് പറയാനും കഴിയുന്ന നിങ്ങളൊക്കെ മീഡിയക്കാർ ചെല്ലുന്ന സമയങ്ങളിൽ ഏത് സാഹചര്യത്തിലും പ്രതികരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങൾ ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ ചോദ്യത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടുണ്ട്. നിയമനിർമ്മാണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആ നിയമനിർമ്മാണം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് കൂടി വേണ്ടിയാകണം എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നതിലും ജനങ്ങൾ ചിന്തിക്കും.